ഇത് തൊബരിയിലുണ്ടോ അല്ലേ? നിങ്ങൾ തഫ്സീറൊന്നും നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട, ഒക്കെ വായിച്ചിട്ട് വരി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ, 100 വട്ടം തയ്യാറാ. അപ്പൊ ഈ ജിന്ന് എന്താ പറഞ്ഞത്? ജിന്നുകൾ എന്താ പറഞ്ഞത്? ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല, ഞങ്ങളതിന് ഖാദിറല്ല. അതുകൊണ്ട് അതിന് അബ്ദുറഹ്മാൻ സലഫിയുടേത് തനിച്ച ദുർവ്യാഖ്യാനമാണെന്ന് ജിന്നുകൾ പറയുന്നു, ഞങ്ങളല്ല പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫി നടത്തിയ ദുർവ്യാഖ്യാനമാണെന്ന് സാക്ഷാ ജിന്നുകൾ തന്നെ പറയുന്നു. പിടിച്ച ഒരു തഫ്സീർ. ഇനിയോ മഹാസിനു തഅ്വീൽ ഖാസിമി, സലഫി പണ്ഡിതനാണ് അദ്ദേഹം. മറ്റേ മൂത്തടം ഖാസിമി അല്ല കേട്ടോ, ഞാൻ പറയണ്ട, ഇത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാ. മഹാസിനു തഅ്വീൽ ഖാസിമി സലഫി പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തഫ്സീർ കേട്ടോ. ഫഫിൽ ആയത്തി ഇശാറത്തുൻ ഇലാ മാ കാനൂ യഅതഖിദൂന ഫിൽ ജാഹിലിയത്തി. ഈ പറയുന്നത് അവിടെ ജിന്നുണ്ട് എന്ന വിശ്വാസം അത് ജാഹിലിയത്തിലെ അഖീദയായിരുന്നു. എന്താ ഒരു അഖീദ? ശരിക്ക് കേട്ടോ. മിൻ അന്നൽ വുദിയാന മഖറുൽ ജിന്നി, ഈ ജിന്നുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില വാദികളാണ്. ആ വാദികളൊക്കെ ജിന്നുകളുടെ മഖറാണ്, ആ ജിന്നുകളുടെ ഹാദിറുണ്ടാകും എന്നത് ജാഹിലിയത്തിന്റെ അഖീദയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്റ്റം കുഞ്ഞാടുകൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് ഇത് നന്ന്. മനസ്സിലായില്ലേ? അനീഫ് കായക്കൊടിയുടെ വെല്ലുവിളി മാലിക് സലഫി ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ പോരാ, മാലിക് സലഫി ബാക്കി നടപടി കണ്ടൊരുങ്ങി. ഞങ്ങൾ തയ്യാറാണ്, KNM പ്രവർത്തകർ തയ്യാറാണ്. അനീഫ് കായക്കൊടി വെല്ലുവിളിച്ചത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ മാലിക് സലഫി സമയം അറിയിക്കുക. എവിടെ വെച്ച് നടത്തണമെന്ന് കൂടിയിരുന്ന് ആലോചിക്കുക. മുജാഹിദ് പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു, പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത് KNM പണ്ഡിതന്മാരല്ല, വിസ്റ്റം പണ്ഡിതന്മാരാണ്. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് KNM പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും ദുർവ്യാഖ്യാനിച്ചത് വിസ്റ്റം വിഭാഗത്തിലെ പണ്ഡിതന്മാരാണ്. നിങ്ങളൊന്ന് വരി മുജാഹിദുകൾക്ക് മുന്നിലിരിക്കാൻ. ലോകത്തുള്ള തഫ്സീർ മുഴുവനുകൾ കൊണ്ടുവരാൻ അനീഫ് കായക്കൊടി പറഞ്ഞത്. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കാ മുശ്രിക്കുകൾ ചോദിച്ചാൽ വാദിയിൽ ജിന്നുകൾ ഉണ്ടെന്ന് ഉണ്ടായിട്ടില്ലല്ലോ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുമ്പോൾ വെളിച്ചം തരാൻ അവിടെ ജിന്നുകൾ ഉണ്ടെന്ന് ആരാ ജബ്ബാർ മൗലവിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? മക്കാ മുശ്രിക്കുകൾ ചോദിച്ച ആ സ്ഥലത്ത് ജിന്നുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് ശിർക്കായതെന്ന് ജബ്ബാർ മൗലവി ഇവിടെ വെളിച്ചം ചോദിച്ച സമയത്ത് ഇവിടെ ജിന്നുകൾ ഉണ്ടെന്ന് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അതുകൊണ്ടാ പറഞ്ഞത് അത് ശിർക്കാണെന്ന് പറഞ്ഞത്. തൊബരിയുടെ തഫ്സീറിൽ പറഞ്ഞു, മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫഅ. നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഉപകാരോപദ്രവങ്ങൾ വരുത്താൻ കഴിയില്ല. ഉപകാരം ചെയ്യാൻ കഴിയൂല, ഉപദ്രവം ചെയ്യാനും കഴിയൂല. ജിന്നുകൾ പറയട്ടോ, അതാ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുമ്പോൾ വെളിച്ചം തരാൻ കഴിയുന്ന ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? പുഴയിൽ മുങ്ങിത്താകുമ്പോ അവിടെ സഹായിക്കാൻ ജിന്നുണ്ട് എന്ന് ആരാ നിങ്ങൾ പറഞ്ഞത്? ശരീരത്തിൽ കയറിയിട്ടുണ്ട്, നിങ്ങൾ അടിച്ചിറക്കുന്ന അവിടെ ജിന്ന് കയറിയിട്ടുണ്ട് എന്ന് ആരാ നിങ്ങളോട് പഠിപ്പിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് വിശ്വസിച്ചത്? പറ സമൂഹത്തോട്. ഞങ്ങൾ ചവിട്ടിക്കാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം എടുക്കുക കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ തരുന്നത് ആയുർവേദ ചികിത്സയാണ്. ഉള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് പുറം ചാടും. നിങ്ങളുടെ ഈ വാദം മട്ടലുമ ചവിട്ടിയ മാതിരിയാ. ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തും. മനസ്സിലായിക്കോളി വിസ്റ്റംകാരെ. ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായി അലൈസ ഫീകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആണായി പിറന്ന ഒരുത്തനുണ്ടെങ്കിൽ അനീഫ് കായക്കൊടിയുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു അറിയിപ്പ് മുജാഹിദ് പ്രവർത്തകരെ അറിയിക്കും. നിങ്ങൾക്ക് കഴിയൂല മക്കളെ, നിങ്ങൾക്ക് കഴിയൂല. ഇനി മാലിക് സലഫി അത് ഏറ്റെടുത്തത് അറിഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് വേദിയൊരുക്കാൻ ഈ മുജാഹിദ് പ്രവർത്തകർ തയ്യാറാണ്.
KNMന്റെ പ്രവർത്തകർ തയ്യാറാണ്. എവിടുന്നെങ്കിലും ഒന്ന് അറിയിക്കുമോ നിങ്ങൾ? ഏതെങ്കിലും ഒരു കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ നിങ്ങൾ അറിയിക്കുക. അതല്ല ഞങ്ങൾ നിങ്ങളെ നേരിട്ട് വരുന്ന് ക്ഷണിക്കണോ എങ്കിൽ അത് പറ. ഒരു വൈജ്ഞാനികമായ ചർച്ച നടക്കട്ടെ. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും ദുർവ്യാഖ്യാനിച്ചത് വിസ്തം തന്നെയാണ്. ഈ വിഷയത്തിൽ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? കാലിന്റെ മുട്ടുണ്ടല്ലോ, ഇത് കിടന്നിട്ടൊന്ന് കൂട്ടിയിടിക്കും നിങ്ങൾ മുജാഹിദിന്റെ മുന്നിൽ, പണ്ഡിതന്മാരെ മുന്നിൽ കണ്ട് വരുമ്പോ. എന്തേ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് തന്നെയല്ല പറയലേ, ധൈര്യമുണ്ട് എങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് ആണുങ്ങളെ പോലെ തയ്യാറാകാൻ ഹനീഫ് കായക്കൂടി ഒരു പറയാൻ വേണ്ടിയേ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി, മാലിക് സലഫി വെല്ലുവിളി ഏറ്റെടുത്തല്ലോ. എന്തേ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് എന്താ വെല്ലുവിളി ഏറ്റെടുക്കാത്തത്? ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച 3 പുസ്തകങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് ആ വെല്ലുവിളി എന്താ ഏറ്റെടുക്കാഞ്ഞത്? സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഇല്ലാ മാഷാ അല്ലാഹ് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ ഏറ്റെടുക്കാത്തത്? ഖുർത്തുബിയുടെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരിൽ പച്ചക്കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഏറ്റെടുക്കാത്തത്? സലഫി പണ്ഡിതന്മാരുടെ ഇബാറത്തുകളിൽ തിരുമറി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഏറ്റെടുക്കാത്തത്? അപ്പൊ അതൊക്കെ ഉണ്ട്. ഇതിപ്പോ മാലിക് സലഫി ഒന്ന് പൂതി തീർത്തതാ, അണികളൊന്ന് പിടിച്ചു നിർത്താൻ. നിങ്ങളെ അടിയാധാരം ഞങ്ങൾ വലിക്കാൻ പോവുക, അത് നിങ്ങൾ മനസ്സിലായിക്കോളെ. അടിയാധാരം ഞങ്ങൾ വലിക്കാൻ പോവുക. സമൂഹത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു വിഭാഗമായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങളെക്കുറിച്ച് ആദർശപരമായി എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല ഈ ഉള്ളവൻ. ഓക്കാനം വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് പുറത്തുനിന്ന് വരുന്നത്, നിങ്ങളെക്കുറിച്ച് വരുന്നത്. ഞാനാണ് തൗഹീദ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ് ജിന്നുമ്മ വന്നിട്ട് മന്ത്രവാദം നടത്തിയത്. ആ മഹാനാണ് പള്ളിയോരങ്ങളിൽ ജിന്നിറക്കണ കേന്ദ്രങ്ങൾ വേണമെന്ന് പറഞ്ഞത്. മോട്ടിവേഷൻ ക്ലാസുകൾ, തസ്കിയത്ത് ക്ലാസുകൾ എടുത്ത് സദസ്സിനെ വിറപ്പിക്കണ ആളാ ഹാരിസ് കായക്കൊടി. ഹാരിസ് കായക്കൊടിന്റെ വീടാണ് 3 ദിവസം മന്ത്രവാദത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. മനസ്സിലായില്ല? ഇതൊക്കെ ഒന്നാണ്ട് മൂടിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ വെല്ലുവിളിയായിട്ട് നാടകം. ധൈര്യം ഉണ്ടെങ്കിൽ വരി മുജാഹിദുകളുടെ മുന്നിലേക്ക് നിങ്ങൾ.